Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റ് ലോറൻസ് ഫോഴ്സസ് ആൻഡ് മോഷൻ ഓഫ് എ ചാർജ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് ലോറൻസ് ഫോഴ്സസ്? ഒരു ചാർജ് പാർട്ടിക്കിൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ട്രാജക്ടറി എങ്ങനെയൊക്കെ ആയിരിക്കും, അപ്പോൾ എന്തൊക്കെ ഡിപ്പെൻഡൻസിയാണ് ആ ഒരു ട്രാജക്ടറിക്ക് വരുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ഈ ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ചാർജ് പാർട്ടിക്കിൾ എങ്ങനെയാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക, ചാർജ് പാർട്ടിക്കിൾ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് കോമ്പണന്റ് ഡയറക്ഷനിൽ ആ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ട്രാജക്ടറി ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ, ലോറൻസ് ഫോഴ്സസ്. എന്താണ് ലോറൻസ് ഫോഴ്സ്? The Lorentz force is the force on a charged particle due to electric and magnetic fields. A charged particle in an electric field will always feel a force due to this field. A charged particle in a magnetic field will only feel a force due to the magnetic field if it is moving relative to the field. These two effects are often studied separately, but the sum of these two effects creates a force that we call the Lorentz force. A charge particle external electric field place ചെയ്താൽ തന്നെ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ആവും. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെയല്ല. മാഗ്നറ്റിക് ഫീൽഡ് ചാർജ് പ്ലേസ് ചെയ്ത ഫോഴ്സ് എക്സ്പീരിയൻസ് ആവില്ല, അത് മൂവ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ചാർജ് പാർട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും രണ്ടും ബോത്ത് ഒരേ സമയം കൊടുക്കുകയാണെങ്കിൽ അതിലൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഈ ഫോഴ്സ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. The net force experienced by moving charge in an external magnetic field and in an external electric field is, അതായത് ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യണം, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. രണ്ട് ഫീൽഡും ആ ചാർജ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ആ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യണം. അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ല. കാരണം പറഞ്ഞു, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ല. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെയല്ല. ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് പാർട്ടിക്കിൾ വെറുതെ വെച്ചാൽ തന്നെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, മൂവ് ചെയ്താലും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ മൂവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ മോഷന്റെ വെലോസിറ്റി കൂടുന്നതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പീരിയൻസിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെയല്ല. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ഉണ്ടാവില്ല, മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ആവും, വെലോസിറ്റി കൂടിയാൽ ഫോഴ്സ് കൂടും. അപ്പോൾ ആ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. the net force experienced by moving charge by external electric field and magnetic field both, രണ്ട് ഫീൽഡും കൊടുത്തിട്ടുണ്ടെങ്കിൽ the total Lorentz force F equal to this F electrical plus F magnetic is equal to QE plus Q into V cross B, that is Q into E plus V cross B, that is QE എന്ന് പറയുന്ന ഫോഴ്സ് എക്സ്പീരിയൻസ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്, Q into V cross B, that is due to magnetic field. അപ്പോൾ Q take it outside, അപ്പോൾ E plus V cross B. അപ്പോൾ ഇതാണ് ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ചാർജ് പാർട്ടിക്കിൾ when the both field is applied. If it is only electric field, we have QE. If it is only magnetic field, it is QV cross B. If it is, we have both the field, the equation is QE plus Q into V cross B. From this equation, it is clear that QE അവിടെ ചാർജും ഫീൽഡ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് കേസിൽ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആംഗിൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, the charge is moving along in the magnetic field. It depends on velocity, it depends on magnetic field, it depends on charge and also angle between the velocity vector and magnetic field. അതിനർത്ഥം ആ തീറ്റ ഡിപെൻഡൻസി ഉണ്ട്. വെലോസിറ്റി കൂടിയാൽ മാറും, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടിയാൽ മാറും. പക്ഷെ ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെയല്ല. ചാർജിന്റെ സ്ട്രെങ്ത്തും ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എത്ര ഫാസ്റ്റിൽ മൂവ് ചെയ്താലും എത്ര സ്ലോയിൽ മൂവ് ചെയ്താലും ഇനി വെറുതെ വെച്ചാലും ആ ഫോഴ്സ് എക്സ്പീരിയൻസ് സെയിം ആയിരിക്കും. ഇതാണ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ചാർജ് when it is in electric field and it is in magnetic field. Both are entirely different. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് കൺസെപ്റ്റിലാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കംപ്ലീറ്റ്ലി മെൻഷൻ ചെയ്താണ്. ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സിലേക്കാണ് നമ്മൾ ഇനി മൂവ് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ഫോഴ്സ്, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. Magnetic Lorentz force is the magnetic force experienced by moving charge in an external magnetic field. If a charge Q is moving in an external uniform magnetic field B with a velocity V, then the magnetic force experienced by the charge is given by, പ്രത്യേകം ശ്രദ്ധിക്കണം, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, the charge is moving ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞാണ്. ദി ഇക്വേഷൻ ഇസ് ഈക്വൽ ടു എഫ് മാഗ്നറ്റിക് ഇസ് ഈക്വൽ ടു എഫ് ബി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. അപ്പോൾ വി സീറോ ആണെങ്കിൽ എഫ് സീറോ ആയിരിക്കും. സോ ഇൻ കേസ് എ ചാർജ് ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ദർ ഇസ് നോ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്. ഒരു ചാർജ് ചുമ്മാ വെച്ചിരിക്കുമെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ആവില്ല. ചാർജ് മെല്ലെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ചാർജിന്റെ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ഫോഴ്സും അവിടെ കൂടും.
അപ്പോൾ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ചാർജ് മൂവ് ചെയ്യണം. ബട്ട് ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അവിടെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് എങ്കിൽ ഒരു ചാർജ് വെച്ചാലും മൂവ് ചെയ്താലും ഇനി സ്പീഡിൽ മൂവ് ചെയ്താലും സ്ലോയിൽ പോയാലും ഒക്കെ ഫോഴ്സ് സെയിം ആയിരിക്കും ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. കാരണം അവിടെ രണ്ട് ടേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്യു ഇ, ദാറ്റ് ഇസ് ചാർജ് ആൻഡ് ഫീൽഡ് സ്ട്രെങ്ത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വി ഹാവ് 4 ഡിപ്പെൻഡൻസി. ക്യൂ ഉണ്ട്, വി ഉണ്ട്, ബി ഉണ്ട് ആൻഡ് ആംഗിൾ ഡിപ്പെൻഡൻസി ഓൾസോ. കാരണം നമുക്കറിയാം വി ക്രോസ് ബി ക്രോസ് പ്രൊഡക്റ്റ് ആണ്. എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റ. സോ ഇക്വേഷൻ ബിക്കം എഫ് ബി ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. സോ ഇൻ ദിസ് ഇക്വേഷൻ വി ഹാവ് 4 ഡിപ്പെൻഡന്റ് ടേംസ്. അപ്പോൾ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സിൽ 4 ഡിപ്പെൻഡൻസിയാണ് ഉള്ളത്. പക്ഷേ ലോറൻസ് ഫോഴ്സ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് കേസ് 2 ഉള്ളൂ. അപ്പോൾ അതാണ് ദ മേജർ ഡിഫറൻസ്. തീറ്റ വരുന്നതുകൊണ്ട് നമുക്കറിയാം സൈൻ 0 0 ആണ്, സൈൻ 90 1 ആണ്. അപ്പോൾ മാക്സിമം മിനിമം ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ കേസസ് നോക്കാം. കേസ് 1, ഇഫ് തീറ്റ ഇസ് 0 then force FB equal to 0, no force is experienced. അതായത് തീറ്റ 0 ആണെങ്കിലും 180 ആണെങ്കിലും ഫോഴ്സ് 0 ആണ്. അതായത് ചാർജ് പാർട്ടിക്കിൾ പാരലായിട്ടോ ആന്റി പാരലായിട്ടോ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ ആ ചാർജ് പാർട്ടിക്കിൾ ഒരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യില്ല. ആൻഡ് കേസ് 2, if theta is 90 degree, the FB is equal to QVB, that is maximum force is experienced. Sin 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ FB QVB ആവും. ഇതാണ് മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ ദിസ് കേസ്. സോ തീറ്റ 90 ആണെങ്കിൽ, അതായത് ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ദ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് മാക്സിമം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഡയറക്ഷനാണ്. വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് ആർ ക്രോസ് പി ആൻഡ് ആർ ക്രോസ് എഫ് ഒക്കെ. അതായത് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ വിയും ബിയും ഏത് പ്ലെയിനിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ടന്റ് ഉണ്ടാവുക. അപ്പോൾ ഈ കേസിൽ വി ബി, അപ്പോൾ വിയും ബിയും ആ ആംഗിൾ മാറുന്നതനുസരിച്ച് ഫോഴ്സ് കുറയും. അതാണ് അതിൻ്റെ ആ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ആംഗിൾ ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പോൾ ആംഗിൾ കുറയുന്നതോടെ ഫോഴ്സ് കുറഞ്ഞോറും താഴേക്ക് വരും, ആംഗിൾ കൂടുന്നതോടെ ഫോഴ്സ് കൂടി പോകും. അപ്പോൾ വിയും ബിയും ഏത് പ്ലെയിനിലാണോ അതിൻ്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ എഫ് എക്സ്പീരിയൻസ്ഡ് ആവുള്ളൂ, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ആവുള്ളൂ. അപ്പോൾ ഒരു പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ് ഇതിങ്ങനെയാണ്. അതായത് വെലോസിറ്റി വെക്ടറും ബിയും ഏത് പ്ലെയിനിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിലെ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ബിയും മേക്ക് ചെയ്യുന്ന ആംഗിൾ കുറയും തോറും ആ ഫോഴ്സും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴാണ് മാക്സിമം വരിക? വെൻ ബി ആൻഡ് ബി ആർ 90, ഫോഴ്സ് ഇസ് മാക്സിമം. ആൻഡ് ബി ആൻഡ് ബി 0 ആണെങ്കിൽ ഫോഴ്സ് ഇസ് മിനിമം. അപ്പോൾ ഇതാണ് അതിൻ്റെ കേസസ്. The direction of magnetic force can be found by right hand screw rule or simply by Fleming's left hand rule. By Fleming's left hand rule, stretch the forefinger, middle finger and the thumb in 3 mutually perpendicular directions such that the forefinger represents the direction of magnetic field, the middle finger represents the direction of moving charge. That is, if positive charge, then the thumb will give the direction of magnetic force. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ശ്രദ്ധിക്കണം, പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കറണ്ട് ഡയറക്ഷനാണ്. നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അത് എപ്പോഴും മനസ്സിലാക്കണം. ഇലക്ട്രോണിക് കേസൊക്കെ ആകുമ്പോൾ അപ്പോൾ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് എന്ത് ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. സോ ദിസ് ഇസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അതായത് 3 ഫിംഗേഴ്സ്, മിഡിൽ ഫിംഗർ, തമ്പ് ആൻഡ് ഫോർ ഫിംഗർ. അപ്പോൾ ചൂണ്ടുവിരലും നടുവിരലും അതുപോലെ തന്നെ തമ്പും മ്യൂച്വലി പെർപെൻഡിക്കുലറായി വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻസ്, അതായത് തമ്പ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. കോഡ് ഇങ്ങനെയാ പറയാ, ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ FBI. അപ്പോൾ F stands for force, B stands for magnetic field and I stands for current. അപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. കാരണം ബിയും ഐയും, ഇപ്പോൾ വി എന്നത് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യണം. പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ കറണ്ട് ഡയറക്ഷനാണ്. അപ്പോൾ അതാണ് വെലോസിറ്റി ഡയറക്ഷൻ. ബി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ആവുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ്? അപ്പോൾ ചാർജ് പാർട്ടിക്കിൾ എങ്ങോട്ട് പോകും? ആ സെഡിൻ്റെ പ്ലെയിനിലേക്ക് അല്ലെങ്കിൽ ആ സെഡ് ആക്സിലേക്ക് നീ അത് മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ചാർജ് പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂൾ. ദാറ്റ് ഈസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. മോഷൻ ഓഫ് എ ചാർജ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുമ്പോൾ ലോറൻസ് ഫോഴ്സിനെ കുറിച്ചും അതിന്റെ ഡയറക്ഷനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് വെച്ചുകൊണ്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ട്രാജക്ടറീസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് ഓരോ കേസിൽ തീറ്റ 0 ആകുമ്പോൾ എങ്ങനെയാണ്, തീറ്റ 90 ആകുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആംഗിളിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ട്രാജക്ടറി, ദാറ്റ് ഈസ് പാത്ത്,
അതെങ്ങനെയാണ്? അത് പൊതുവെ എക്സാംസിന് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. Draw the trajectory of charge particle when the charge is moving in external magnetic field at theta is equal to 0. അങ്ങനത്തെ കേസ്. So case 1, if the charge is entering parallel or anti-parallel to the magnetic field, it will not experience a magnetic force and so the direction of the charge remains unchanged. അതായത് തീറ്റ 0 ആണ്, that is parallel. തീറ്റ 180 ആണ്, that is anti-parallel. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കറിയാം സൈൻ 0യും സൈൻ 180യും 0 ആണ്. So in these two cases, the net force is 0. For example, we have uniform magnetic field. അപ്പോൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഇക്വിഡിസ്റ്റൻസ്, സ്ട്രെയിറ്റ്, പാരലൽ. വി ഹാവ് എ ചാർജ് പാർട്ടിക്കിൾ ക്യൂ. അപ്പോൾ ക്യൂ എന്ന ചാർജ് പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ക്യൂ എന്ന ചാർജ് പാർട്ടിക്കിൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻട്രി ചെയ്യണം. അപ്പോൾ എൻട്രി ചെയ്യുമ്പോൾ അതിന് ട്രാജക്ടറി ശ്രദ്ധിക്കുക. ദർ ഇസ് നോ ചേഞ്ച് ഫോർ ദിസ് ട്രാജക്ടറി. ആ ട്രാജക്ടറിക്ക്, ആ പാത്തിന് യാതൊരു മാറ്റവുമില്ല. കാരണം the force experienced on the charge due to the field is 0. ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ആ ചാർജ് പാർട്ടിക്കിളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 0 ആണ്. കാരണം തീറ്റ 0 ആയതുകൊണ്ട് സൈൻ 0 0 ആണ്. അപ്പോൾ എഫ് ക്യൂ വി ക്രോസ് ബി എന്ന് പറയുമ്പോൾ ക്യൂ വി ബി സൈൻ തീറ്റയാം. തീറ്റ 0 ആയതുകൊണ്ട് എഫ് 0 ആവും. ഇഫ് ഇറ്റ് ഇസ് ആൻറ്റി പാരലൽ, ദാറ്റ് ഇസ് 180, തിരിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിലും in the same case ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ ആ ട്രാജക്ടറി അതുപോലെ തന്നെ ഉണ്ടാവും. ദർ ഇസ് നോ ചേഞ്ച് ഫോർ ദ ട്രാജക്ടറി, ദർ ഇസ് നോ ചേഞ്ച് ഫോർ ദ പാത്ത്. അപ്പോൾ പാരലൽ ആയാലും ആൻറ്റി പാരലൽ ആയാലും എന്താണ് ട്രാജക്ടറി എന്ന് ചോദിച്ചാൽ പറയണം ഇറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ, ബിക്കോസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ട്രാജക്ടറി ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ വെൻ ദ ചാർജ് പാർട്ടിക്കിൾ എൻ്റർ പാരലൽ ഓർ ആൻറ്റി പാരലൽ ടു ദ external uniform magnetic field. This is the first case. And second case, if the charge is entering perpendicular to the field, it experiences maximum magnetic force and executes a circular path. That's very important. In case of cyclotron ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ വീണ്ടും പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഈസ് മാക്സിമം. അപ്പോൾ പെർപെൻഡിക്കുലർ കാരണം തീറ്റ 90 ആണ്. അപ്പോൾ എഫ് വി ആർ ക്യൂ വി ബി സൈൻ 90 ആവും. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ക്യൂ വി ബി, അപ്പോൾ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ ഡയറക്ഷൻസിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ചാർജ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? സർക്കുലർ മോഷനിലാണ് എക്സിബിറ്റ് ചെയ്യുക. പക്ഷേ 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. നമുക്ക് നെക്സ്റ്റ് അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ തരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു ചാർജ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡാണ് മൂവ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് സർക്കുലർ മോഷനാണ് എക്സിബിറ്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ് ഹാസ് മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്. ആ സമയത്തായിരിക്കും അതിൽ മാക്സിമം ഫോഴ്സ് ഉണ്ടാവുക. കാരണം തീറ്റ 90 എന്ന് പറയുമ്പോൾ സൈൻ 91 ആണ് ഇറ്റ്സ് മാക്സിമം വാല്യൂ. ഇൻ ദിസ് കേസ് ദ ഫോഴ്സ് ഈസ് മാക്സിമം. ആൻഡ് തേർഡ് വൺ, if the charge is entering the magnetic field by making an angle, it will follow a helical path. കാരണം ഒരു പെർട്ടിക്കുലർ ആംഗിൾ, തീറ്റ 0 അല്ല 90 അല്ല, ഏതോ ഒരു ആംഗിൾ എൻ്റർ ചെയ്യണം. ഏതൊരു ആംഗിൾ എൻ്റർ ചെയ്യുമ്പോൾ ഇറ്റ് എക്സ്പീരിയൻസ്ഡ് എ helical path. The horizontal component of velocity will provide linear motion and the vertical component will provide circular motion to the charge. Thus the motion become helical in shape. അതായത് എന്തുകൊണ്ടാണ് ഹെലിക്കൽ ഷേപ്പ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2 കോമ്പണൻസ് ഉണ്ടാവും. കാരണം വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് വെലോസിറ്റി വെക്ടർ ആണ്. സോ ഇറ്റ് ഹാസ് വെർട്ടിക്കൽ കോമ്പണന്റ് ആൻഡ് ഹൊറിസോണ്ടൽ കോമ്പണന്റ്. അപ്പോൾ വി എക്സ് എന്ന് അതിൻ്റെ കോമ്പണന്റ്, ദാറ്റ് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ പാരലൽ ടു എക്സ് ആക്സിസ്, ദാറ്റ് ഇസ് അതിൽ തീറ്റ 0 എന്ന കേസാണ്. വി വൈ എന്ന് പറയുന്നത് തീറ്റ 90 ആണെന്ന കേസ്. 2 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ പാരലൽ ആണെങ്കിൽ ആ പാരലൽ കോമ്പണന്റ് എന്ത് ചെയ്യും? ആ ചാർജ് പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ആക്കി എടുക്കും. പക്ഷേ അതേപോലെ തന്നെ വെർട്ടിക്കൽ കോമ്പണന്റ് എന്ത് ചെയ്യും? അതിന് സർക്കുലർ മോഷനിൽ എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഇറ്റ് എക്സിബിറ്റ്സ് ഹെലിക്കൽ മോഷൻ. അപ്പോൾ തീറ്റ 0 ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്, തീറ്റ 90 ആണെങ്കിൽ സർക്കുലർ മോഷൻ ആണ്, തീറ്റ ഒരു ആർബിട്രറി ആംഗിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ഹെലിക്കൽ മോഷൻ. ഇതൊരു നമുക്കൊരു അനിമേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സോ വി ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ്, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുണ്ട്. ഒരു ചാർജ് പാർട്ടിക്കിൾ ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ നോർത്ത് നിന്നാണ് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരുന്നത്. ചാർജ് പാർട്ടിക്കിൾ ഡയറക്ഷൻസ്, അപ്പോൾ വെലോസിറ്റി വെക്ടറും ബിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം വിയും ബിയും ഏത് പ്ലെയിനിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ പ്ലെയിനിൽ എഫ് ഉണ്ടാവുള്ളൂ. കാരണം വി ക്രോസ് ബി അല്ലേ. അപ്പോൾ വിന്ന് ബിയിലേക്ക് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വിക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോൾ ആ ചാർജ് പാർട്ടിക്കിൾ ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം വി ക്രോസ് ബി എന്ന ആ റിസൾട്ടൻ ഫോഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. വിയും ബിയും ഏത് പ്ലെയിനിലാണോ അതിന് പെർപെൻഡിക്കുലർ പ്ലെയിനിലായിട്ടാണ് ഉണ്ടാവുക ആ ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ആ സർക്കുലർ മോഷൻ എന്ത് ചെയ്യുന്നത്? എക്സിബിറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു എഫ് എന്ന ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വി ക്രോസ് ബി ആണ്.
ഇനി അറ്റ് an ആംഗിൾ, ഒരു ഇൻക്ലൈൻഡ് ആംഗിളിലാണ് അത് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ കോമ്പണന്റ് ഉണ്ടാവും, പാരലൽ കോമ്പണന്റ് ഉണ്ടാവും. അപ്പോൾ ഈ പാരലൽ കോമ്പണന്റ് അതിനെ സ്ട്രൈറ്റ് ആക്കി എടുക്കും. അതുപോലെ തന്നെ അതിന്റെ പെർപെൻഡിക്കുലർ കോമ്പണന്റ് വി പെർപെൻഡിക്കുലർ വി പാരലൽ, കാരണം വെലോസിറ്റി വെക്ടർ ആണ്. അപ്പോൾ ഒരു ഇൻക്ലൈൻഡ് ആംഗിൾ ആക്കി എടുക്കുമ്പോൾ രണ്ട് കോമ്പണൻസ് ആക്കി ഡിവൈഡ് ചെയ്യണം, വി പാരലൽ ആൻഡ് വി പെർപെൻഡിക്കുലർ. അപ്പോൾ വി പാരലൽ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിന് പാരലാണ്, വി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ പാരലൽ കോമ്പണന്റ് സ്ട്രൈറ്റ് ആക്കി എടുക്കും, പെർപെൻഡിക്കുലർ കോമ്പണന്റിനെ സർക്കുലർ മോഷൻ ആക്കി എക്സിബിറ്റ് ചെയ്യും. സോ ഇറ്റ് ബിക്കം എൻ ഹെലിക്കൽ മോഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ആ ട്രാജക്ടറി എന്ത് ചെയ്യുക, എക്സിബിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ്. പിന്നെ ഓൾറെഡി നമ്മൾ സ്ട്രൈറ്റ് ലൈനിൻ്റെ പാരലിൻ്റെ കേസ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ പാരലൽ ആകുമ്പോൾ സ്ട്രൈറ്റ് ആയിരിക്കും, പെർപെൻഡിക്കുലർ ആകുമ്പോൾ മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സോ സർക്കുലർ മോഷൻ ആയിരിക്കും. ഒരു ഇൻക്ലൈൻഡ് ആംഗിൾ, ഒരു ആർബിട്രറി ആംഗിൾ ആണ് ഇറ്റ് എക്സിബിറ്റ്സ് എ ഹെലിക്കൽ മോഷൻ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് സൈക്ലോട്രോൺ എന്ന ടോപ്പിക്, അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോഴേക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഇക്വേഷൻസും ആ ട്രാജക്ടറീസ് ഒക്കെ അവിടെ നമുക്ക് ആവശ്യമാണ്. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ന്യൂമറിക്കൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഡിസ്കസ് ചെയ്യാം. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ very clear to you. If you have any doubts, feel free ask through comments. Thank you for watching. Thank you.